സൗദി അറേബ്യയ്ക്ക് വരുമാനം കൊണ്ടുവരുന്ന പ്രധാന സ്ഥാപനമാണ് യഥാർത്ഥത്തിൽ അവരുടെ എണ്ണ കമ്പനിയായിട്ടുള്ള അരാംകോ. ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് കയറ്റുമതി ചെയ്യുന്ന കമ്പനിയും ഇതുതന്നെയായിട്ടാണ് നിലനിൽക്കുന്നത്. മിക്ക രാജ്യങ്ങളുമായും കമ്പനിക്ക് വലിയ രീതിയിൽ എണ്ണ ഇടപാടുകളും നിലനിൽക്കുന്നുണ്ട്. ഓരോ വർഷം കോടികൾ വരുമാനം കൊയ്തിരുന്ന കമ്പനിയുടെ സമീപകാലത്തെ ഗ്രാഫ് യഥാർത്ഥത്തിൽ മികച്ചതായിരുന്നില്ല. മുൻകാലങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ സൗദി അരാംകോയുടെ ലാഭത്തിൽ വലിയ ഇടിവാണ് വന്നിട്ടുള്ളത്. ഈ വിവരം പുറത്തു വന്നതിന് പിന്നാലെ അരാംകോയുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായിട്ടുള്ള വാർത്തകളാണ് പ്രധാനമായിട്ടും റിപ്പോർട്ട് ചെയ്യുന്നത്. എണ്ണവില കുറഞ്ഞതാണ് യഥാർത്ഥത്തിൽ അരാംകോയ്ക്ക് തിരിച്ചടിയായി മാറിയിട്ടുള്ളത്. അതിനാൽ തന്നെ ലാഭവിഹിതം വളരെയധികം ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. ഫണ്ട് കണ്ടെത്താൻ വ്യത്യസ്തമായി നീക്കം നടത്താൻ പോവുകയാണ് അരാംകോ ഇപ്പോൾ. ആസ്തികൾ വിറ്റുകൊണ്ട് തന്നെ ഫണ്ട് കണ്ടെത്താനാണ് അരാംകോയുടെ പ്രധാനപ്പെട്ട ആലോചനയും. ഇത്തരത്തിലാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. എങ്ങനെ ഫണ്ട് കണ്ടെത്താമെന്ന കാര്യത്തിൽ ആശയങ്ങൾ നിക്ഷേപകരിൽ നിന്ന് അരാംകോ ക്ഷണിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല അവരുടെ നിർദ്ദേശപ്രകാരം അനുസരിച്ചുകൊണ്ടാണ് ആസ്തികൾ വിൽക്കാൻ ആലോചിക്കുന്നത്. പക്ഷേ ഏതൊക്കെ ആസ്തികളാണ് വിൽപ്പന നടത്തുകയെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. അരാംകോ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി പ്രതികരണമൊന്നും തന്നെ നടത്തിയിട്ടുമില്ല. ചെലവ് കുറയ്ക്കാനും അതുപോലെ വരുമാനം കൂട്ടാനുമുള്ള ആലോചനയിലാണ് അരാംകോ കൂടുതലുമുള്ളത്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് ജോലികൾ വെട്ടിക്കുറയ്ക്കുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. വ്യോമയാനം, നിർമ്മാണം, കായികം എന്നീ രംഗങ്ങളിലെല്ലാം ഇടപെടുന്ന കമ്പനി കൂടിയാണിത്. അതിനാൽ തന്നെ ഏത് മേഖലയിലാണ് ആസ്തികൾ വിൽക്കുക എന്നത് ഇനി മുന്നോട്ട് അറിയേണ്ടതുമാണ്. മുമ്പ് സമാനമായ രീതിയിൽ ആസ്തി വിൽപ്പന നടത്തി ഫണ്ട് കണ്ടെത്തിയ ചരിത്രം അരാംകോയ്ക്ക് നിലനിൽക്കുന്നുമുണ്ട്. പക്ഷെ അപ്പോൾ പോലും എണ്ണയുമായി ബന്ധപ്പെട്ട ആസ്തികളിലൊന്നും തന്നെ വലിയ രീതിയിൽ കൈവച്ചിരുന്നില്ല. ക്രൂഡ് ഓയിൽ വില കുറഞ്ഞതാണ് യഥാർത്ഥത്തിൽ അരാംകോയ്ക്ക് വെല്ലുവിളി സൃഷ്ടിച്ചതും. മാത്രമല്ല ബാരലിന് $90 ചുരുങ്ങിയത് വേണം എന്നാണ് സൗദിയുടെ ആഗ്രഹം എന്നത്. അത്രയും വില ഉണ്ടെങ്കിലേ ബഡ്ജറ്റ് പദ്ധതികൾ സൗദിക്ക് പൂർത്തിയാക്കാൻ ശരിക്കും കഴിയുകയുള്ളൂ. പക്ഷെ നിലവിൽ $60-65 ആണ് യഥാർത്ഥത്തിൽ ബാരൽ വില എന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ സൗദിയുടെ സാമ്പത്തിക ഞെരുക്കം വർദ്ധിക്കാനുള്ള സാധ്യതയാണ് കൂടുതലും നിലനിൽക്കുന്നത്. മാത്രമല്ല പല പദ്ധതികളും ഇതിനായി വെട്ടിച്ചുരുക്കേണ്ടിയും വരും. ഈ സാഹചര്യത്തിനിടയിലാണ് സൗദി അറേബ്യ എണ്ണ ഉൽപ്പാദനം കൂട്ടാൻ തീരുമാനിച്ചത്. വിപണിയിലേക്ക് കൂടുതൽ എണ്ണ എത്തുകയാണെങ്കിൽ ഇനിയും വില കുറയുകയായിരിക്കും ചെയ്യുക. പക്ഷെ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ എണ്ണയും വിപണിയിൽ എത്തിക്കാനല്ല സൗദി കൂടുതലും ആലോചിക്കുന്നത്. അതിന് പകരം വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനാണ് ഇവരുടെ പ്രധാന പദ്ധതി. വരുന്ന 3 മാസം സൗദിയിൽ വൈദ്യുതി ആവശ്യം കുത്തനെ വർദ്ധിക്കുകയും ചെയ്യുന്നതായിരിക്കും. അതേസമയം തന്നെ മറ്റു വരുമാന മാർഗങ്ങൾ കൂടി സൗദി അരാംകോ ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. വിദേശങ്ങളിലെ പ്രധാന കമ്പനികളുമായി സഹകരിച്ചുകൊണ്ട് നിക്ഷേപം നടത്തുക, അതുപോലെ വിദേശ കമ്പനികളുടെ ഓഹരികൾ വാങ്ങുക തുടങ്ങിയ പദ്ധതികളും നടപ്പിലാക്കി വരികയാണിപ്പോൾ. ചൈനയുടെ പ്രധാന എണ്ണ ശുദ്ധീകരണ ശാലകളിൽ നിക്ഷേപിക്കാൻ സൗദി തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തു. എസ്മാക്സ് അമേരിക്ക കേന്ദ്രമാക്കിയുള്ള വാതക കമ്പനിയായ മിഡ് ഓഷ്യൻ എന്നിവയിലും സൗദി അരാംകോ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ട്രംപ് അടുത്തിടെ സൗദിയിൽ എത്തിയപ്പോൾ സുപ്രധാന കരാറുകളിൽ അരാംകോ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. $9,000 കോടി 34 പ്രഥമ കരാറുകളാണ് പ്രധാനമായിട്ടും ഒപ്പുവെച്ചിരിക്കുന്നത്.